പലരും പറയുന്നുണ്ട് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, എൻ്റെ ഫോണിലുള്ള ഡേറ്റകളും കോണ്ടാക്റ്റ് അതുപോലെ എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹാക്ക് ചെയ്ത് പലരും ഹാക്ക് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഹാക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ശരിക്കും നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാക്ക് ആവുന്നത്. അത് നമ്മൾ ഫോണിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാക്കിങ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ടിനോട്ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ എനേബിൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നോക്കാം? അത് സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് തന്നെ നമ്മുടെ ഫോൺ ഹാക്കഡ് ആണോ, എന്തെങ്കിലും ഹാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ടോ, അതുപോലെ ഓരോ ആപ്ലിക്കേഷൻ എന്തൊക്കെ ആക്സസ് ആണ് നമ്മുടെ ഫോണിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അത് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സിൽ ഓപ്പൺ ആക്കിയ ശേഷം താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിളുമായിട്ട് കണക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഗൂഗിൾ വഴിയാണ് നമ്മുടെ ഹാക്ക് കൂടുതലും ഫോണിൽ നടക്കുന്നത്. അതായത് സ്കാമായിട്ടുള്ള ആപ്ലിക്കേഷൻ മറ്റ് വെബ്സൈറ്റൊക്കെ വഴിയാണ്. അപ്പോൾ അതിൽ നമുക്ക് നേരെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്സ് എന്ന് പറയുകയാണ്. അതിലൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ആപ്സിൻ്റെ അകത്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഗൂഗിളിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കണം. ഇപ്പോൾ എനിക്ക് വാട്സാപ്പ് മെസ്സഞ്ചർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വാട്സാപ്പ് മെസ്സഞ്ചർ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി അത് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ഓൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് ദി വാട്സാപ്പ് മെസ്സഞ്ചർ എന്ന് പറയുന്നുണ്ടോ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണക്ഷൻ എല്ലാം പോകും. വേറെ യാതൊരു ആപ്ലിക്കേഷനും എനിക്ക് ഗൂഗിളുമായിട്ട് കണക്റ്റഡ് അല്ല. അങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ ഗൂഗിളായിട്ട് വഴി വരുന്ന സ്കാമുകൾക്കൊക്കെ നമ്മുടെ ഫോണിലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കണം. പിന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ആപ്സാണ്. ആ ആപ്സിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്സ് ഉണ്ടോ, നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാളായി കിടക്കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ എന്തെങ്കിലും കിടപ്പുന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, സ്കാമായിട്ടുള്ള. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അനാവശ്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഫോണോ ഗാലറി ക്യാമറ അതുപോലെ കോണ്ടാക്റ്റ് ഫോൺ മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസേബിൾ ചെയ്തിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഹാക്കേഴ്സിൻ്റെ ഇടപെടാം. പിന്നെ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു പറഞ്ഞു, അറിയില്ലാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.